നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതമിനോട് എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ജയിലിൽ കിടക്കുന്നവരത്തിന്റെ അടുത്ത് വന്ന് സുഖമാണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? നീക്കറിയല്ലേ, എനിക്ക് പുറത്ത് നീ മാത്രമേ ഉള്ളൂ. നീ തകർന്നു പോയാൽ അവിടെ എന്റെ പ്രതീക്ഷകൾ അസ്തമിക്കും. ലതാദേവി വക്കീലിന് ഗൗതമിനോട് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. മാഡം, ഗൗതത്തിന്റെ വക്കീൽ ശിവപ്രസാദ് സാറാ നിധിയെ ഞാനുമായിട്ട് കണക്ട് ചെയ്തത്. ഞാൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. സാറാ പറഞ്ഞത് ഗൗതമിനെ ഒന്ന് നേരിൽ കാണണമെന്നും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നും. മേഡത്തോടെല്ലാം നിധി പറഞ്ഞു കാണുമല്ലോ. അതിലിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്, പ്രണവും ഗുണ്ടകളും തമ്മിൽ റോഡിൽ വെച്ച് ഒരു അടിപിടി ഉണ്ടായിന്ന് പറഞ്ഞില്ലേ? അതിലാരെയെങ്കിലും ഗൗതം മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല മേഡം, അങ്ങനെ ആരുടെയും മുഖം മുമ്പ് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. മാഡം എന്താ അങ്ങനെ ചോദിച്ചേ? അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനോ ചോദിച്ചത്. എന്റെ അടുത്ത സംശയം, ഗൗതമിന്റെ കാറ് പ്രണവിനെയും കൊണ്ട് പോകുന്ന വഴിക്ക് പഞ്ചറായെന്ന് നിധി പറഞ്ഞു. അത് സ്വാഭാവികമായി സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും പഞ്ചറാക്കിയതാണോ എന്ന് സംശയമുണ്ടോ? സ്വാഭാവികമായി സംഭവിക്കാൻ ഒരു വഴിയുമില്ല. ടയർ പുതിയതായിരുന്നു. നേരത്തെ കണ്ട അതേ ഗുണ്ടകള് പ്ലാൻ ചെയ്ത് പഞ്ചറാക്കിയതാണെന്നാണ് എന്റെ സംശയം. അപ്പോ പ്രശ്നം ഉണ്ടായ സ്ഥലവും കാർ പഞ്ചറായ സ്ഥലവും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? അതിപ്പോ ഒരു 2-3 കിലോമീറ്ററിന് വ്യത്യാസം കാണുമായിരിക്കും. ഈ പ്രണവുമായുള്ള പ്രശ്നത്തിന് ശേഷം ഗുണ്ടകൾ അവിടുന്ന് കാറിലാണോ രക്ഷപ്പെട്ടത്? അതെ. ഗൗതം ആ സംഭവ സ്ഥലത്ത് നിന്ന് പോകാൻ എത്ര സമയമെടുത്ത് കാണും? കൂടിപ്പോയാലൊരു 5 മിനിറ്റ്. പ്രണവിനെ പിടിച്ച് കാറിൽ കയറ്റി, പിന്നെ അവന്റെ ബാഗ് എടുത്ത് വെച്ച് ഡിക്കി അടച്ചു. അത്രയും സമയം. ഈ ഗുണ്ടകൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബൈ റോഡിലൂടെ ടയർ പഞ്ചറായ സ്ഥലത്ത് എത്താനാകുമായിരിക്കും. അതും ഗൗതം എത്തുന്നതിന് മുൻപേ തന്നെ, അല്ലേ? അതെ, അതിനുള്ള സമയം കിട്ടിക്കാണും. കാറ് പഞ്ചറായെന്ന് അറിഞ്ഞിട്ട് ഗൗതം നടന്നാണോ പഞ്ചർ കടയിലേക്ക് പോയത്? ഞാൻ അയാളുടെ ബൈക്കിൽ കയറിയ പഞ്ചർ കടയിലേക്ക് പോയത്. ഗൗതം മെക്കാനിക്കുമായി തിരികെ വന്നപ്പോ പ്രണവിനെ കാണാനുമില്ല, അല്ലേ? അതെ. പ്രണവുമായി ഉണ്ടായ ഈ അടിപിടിയും ഈ ടയർ പഞ്ചറാകലും പഞ്ചർ കട കാണിക്കാനായിട്ട് ഗൗതമിനെ ബൈക്കിൽ കയറ്റി ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയതുമെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം കൂട്ടി വായിച്ചു നോക്കുമ്പോ ഒരു കാര്യം വ്യക്തമാണ്. ഗൗതമിനെ കൊടുക്കാൻ വേണ്ടി പ്രണവിനെ ഒരു തുറുപ്പു ചീട്ടായിട്ട് പ്രയോഗിച്ചു. അതാകാനാണ് സാധ്യത. അത് തന്നെയാണ് മാഡം ഉണ്ടായത്. എല്ലാത്തിനും പിന്നിൽ ആ CKC-യാണ്. പക്ഷെ ഇതിലൊരു കുഴപ്പമുള്ളത്, പ്രണവിനെ കണ്ടെത്താനാവാത്തടത്തോളം കാലം ഗൗതമിന്റെ ജാമ്യാപേക്ഷ മൂവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, തള്ളിപ്പോവും. എന്തായാലും ഞാൻ ശിവപ്രസാദ് വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്താ വേണ്ടതെന്ന് വെച്ചാ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ശരി മാഡം. നിധി, ഞാൻ പുറത്ത് നിൽക്കാം, സംസാരിച്ചിട്ട് വാ. ഓക്കെ? ഗൗതമിനെ കണ്ടിട്ട് ആകെ അങ്ങ് തളർന്നു
പോയതുപോലെ തോന്നുന്നു. ധൈര്യം മുഴുവനും ചോർന്നു പോയോ ഗൗതം? കൂടെ ഇല്ലെങ്കിലും ഗൗതം കോൺഫിഡന്റ് ആയിട്ടിരുന്നാൽ അതാണ് എന്റെ കരുത്ത്. തളർന്നു പോവരുത് ഗൗതം. ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗൗതം. ആർക്കും ഒരു ദ്രോഹവും ചിന്തിച്ചിട്ട് പോലുമില്ല. ദൈവം എപ്പോഴും ഗൗതമിന്റെ കൂടെ കാണും. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു പേടിയുണ്ട്. അത് എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല, പ്രണവിൻ്റെ കാര്യത്തിലാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ CKC ആണെങ്കിൽ അയാൾ അവനെ അപകടപ്പെടുത്താൻ പോലും മടിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗൗതം. പ്രണവിനെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും ഞാനും നോക്കുന്നുണ്ട്. അതോടൊപ്പം മഹേഷ് സാറിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. സാറുണ്ടെങ്കിൽ അതൊരു വലിയ സഹായമാവും നിനക്ക്. സാർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്താൻ ഒരാഴ്ച കൂടി എടുക്കുമെന്ന ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നോക്കാം. വീട്ടില് അമ്മ കരഞ്ഞു വിളിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. നിധി, നീ വേണം നിർബന്ധിച്ച് അമ്മയെ കഴിപ്പിക്കാൻ. അറിയാലോ, നീ പട്ടിണി കിടന്ന അമ്മയും കഴിക്കില്ല. പിന്നെ നിർമ്മലാമ്മയുടെ കാര്യം തൽക്കാലം ഒന്നും അറിയിക്കാൻ പോകണ്ട. ഒന്നാമത് വയ്യാത്തതാ. അതെ, സമയം കഴിഞ്ഞു. വാ. ദാ വരുന്നു. ശരി, എല്ലാം ശരിയാവും. ഗൗതം പൊയ്ക്കോ. അതെ, ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരുന്നേക്കരുത്. കഴിക്കണം. ഞാൻ നിന്റെ കാര്യം മാത്രമൊന്നും പറഞ്ഞില്ല, പറയുന്നില്ല. പോട്ടെ.